ചേച്ചി ഇതിനകത്താണോ രാത്രി കിടക്കുന്നത്? ഈ വീട്ടിലോ? ഈ കിടക്കുന്ന സ്ഥലത്തൊക്കെ നമ്മൾ കൃഷി ചെയ്യാൻ പാട്ടത്തിനെടുത്ത സ്ഥലമാണ് ഇതൊക്കെ. ഇനിയിപ്പോൾ നമ്മൾ നമ്മൾ കൃഷി ചെയ്യാനായിട്ട് ഒരുങ്ങിയൊക്കെയാണ്. ഏറ്റവും കൂടുതൽ വാഴ വെക്കാന്നുള്ള ഇതാണ്. വാഴ വെച്ചാലേ ആനയെല്ലാം എടുത്തോണ്ട് പോകുന്നത്. അന്നേരം ഇനി അത് മുടങ്ങി നിൽക്കുകയാണ്. ഇഞ്ചി മഞ്ഞളും ഒക്കെ കുഴപ്പമില്ലല്ലേ? കുഴപ്പമില്ല. ഇവിടെ നല്ലോണം പിടിക്കുമല്ലോ. ഇതൊന്ന് കൃഷി ഇറക്കാനുള്ള പൈസയൊക്കെ എനിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ആശുപത്രിയിലായോണ്ടിരിക്കുകയാണ്. ഫെൻസിങ് ആണ്, വനം വകുപ്പിൻ്റെ ഫെൻസിങ് ആണത്. അതുകൊണ്ട് എങ്ങും വർക്കിംഗ് അല്ല. ബാക്കിലെ വീടുകളിലേക്കൊക്കെ മൃഗങ്ങളൊക്കെ ഇങ്ങനെ ഇറങ്ങിയെങ്കിൽ പോകാം. കണ്ണ് വെച്ച് അടിച്ചു കൊടുക്കുന്നു. ആന ഈ വാഴ എടുക്കാൻ വരുമല്ലോ? എടുത്ത് അങ്ങേറ്റം വരെ ഉള്ളത് എടുത്ത്. പിന്നെ നമുക്കെന്ന് പറഞ്ഞാൽ പണി ചെയ്യിപ്പിക്കാനുള്ള പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ആടായിട്ട് കിടക്കുന്നത്. ചേച്ചി ഒറ്റയ്ക്കാണോ താമസം? എൻ്റെ ഒരു കൈയും ഒരു കാലും തളർന്ന ഒരു ആങ്ങളയുണ്ട്. അത് വടിമേൽ പോയേക്കണം. പോയി തീപ്പെട്ടിയൊക്കെ അടിച്ചുകൊണ്ട് വരാനായിട്ട് പോയി. അവിടെ താമസം ആര് വീടാ? ഞാൻ അതിലും എൻ്റെ ആങ്ങളെ ഇതിലും ആന ശല്യം വന്നാണ് ഇപ്പോൾ ഞാൻ ഇങ്ങനെ കയറിയത്. ശരി. ആനയുടെ ശല്യം കുറയുമ്പോൾ ഞാൻ അങ്ങ് പോകും. ഇത് ഇതിലേക്കൂടെ ഇറങ്ങി വരും ആന? അതിലേ കൂടെയാണ് വരുന്നത്. ഫോറസ്റ്റ് അതിലേ കൂടെ വരും. ഇതിലേ കൂടെ അങ്ങനെ നേരെന്നാണ് വരുന്നത്. അവിടെ എല്ലാം കൊണ്ടുവച്ചാണ് ഞാൻ എൻ്റെ അണ്ണനും കൂടെ പടക്കം ഒട്ടിക്കുന്നത്. അതേപോലെ ദൂണ്ടല്ല വീട്ടിൽ അവിടെ എല്ലാം ആന വരുമ്പോൾ ഓടി. ഞാൻ ഇവിടെ ആന വന്നപ്പോഴത്തേക്ക് ഞാനും എൻ്റെ ആങ്ങളെയും കൂടെ ഇവിടെ നിൽക്കുന്നു. ആന ഉണ്ടായിരുന്നു? 6-7 ആന ഉണ്ടായിരുന്നു. കൂട്ടം ആനയാണ് വരുന്നത്. കൂട്ടം ആനയാണ് വരുന്നത്.